അച്ഛന്മാരെ ഇന്ന് സ്കൂൾ ഓഫീസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നമുക്ക് ലോട്ടറി സൂക്ക് പോണ കോട്ടാട്ടോ. അങ്ങനെ മേഡത്തിനെ ഞാൻ അവിടെ ഇറക്കി. അവിടെ മുന്നിൽ കണ്ട ഒരു ബാസ്കറ്റ് ഗ്രൗണ്ടിൽ കുറച്ചേരം കളി കണ്ടു. ഇവിടെ ഗ്രൗണ്ടിന്റെ പകുതി സ്ഥലത്ത് കുട്ടികളും പകുതി സ്ഥലത്ത് വലിയ ആൾക്കാരോട്ടോ കളിച്ചുകൊണ്ടിരിക്കണത്. എന്നാൽ പിന്നെ വലിയ ആൾക്കാരെ കളി കുറച്ചേരം കാണാമല്ലോ വിചാരിച്ച് ഞാൻ അവിടേക്ക് നോക്കിയപ്പോത്തിന് ചെക്കൻ ക്യാമറ കണ്ടപ്പോത്തിന് അവൻ ബാസ്കറ്റ് അതാണ് ഈ കറക്റ്റായിക്ക് വീണും ചെയ്തു. പിന്നെ അവൻ്റെ മുഖം കാണണ്ടല്ലോ വിചാരിച്ചു ഞാൻ നേരെ വണ്ടിയിൽ പോയി കുത്തി. അങ്ങനെ വണ്ടിയിൽ ഇരിക്കുമ്പോൾ മേഡത്തിൻ്റെ ഒരു കോൾ വന്ന് ഫോണൊക്കെ. അപ്പോൾ ഞാൻ ഫോൺ എടുത്ത് നോക്കി പിന്നോട് എന്തെങ്കിലും സാധനമാണെങ്കിൽ വാങ്ങിക്കോ, ഞാൻ പൈസ കൊടുത്തോണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അത് വാങ്ങാമല്ലോ വിചാരിച്ച് കുറച്ച് സോപ്പും പൊടി അങ്ങനെ ആവശ്യമുള്ള സാധനം മാത്രം വാങ്ങി ഞാൻ ബില്ലടിക്കാൻ പോയപ്പോൾ അവിടെ എല്ലാ ആളാണെങ്കിലോ നമ്മളെ ഇടയ്ക്കോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിന് വണ്ടിയിൽ ആളുണ്ട്. അപ്പോൾ ഞാൻ പോവാട്ടോ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പോകുന്നു കുറച്ച് എത്തിയപ്പോൾ ഇതിന് മേഡം പറഞ്ഞു അൽബേക്ക് അവിടെ കുറച്ച് മുന്നിലുണ്ട്, അവിടെ എത്തുമ്പോൾ ഒന്ന് വണ്ടി നിർത്തി. ഞാൻ കുറച്ച് പിന്നെ അൽബേക്കിൽ എത്തിയിട്ടോ. അൽബേക്കിൽ എത്തിയപ്പോൾ ഞാൻ ഓർഡർ ആയോ ചോദിച്ചപ്പോൾ അവിടെ ആയിട്ടില്ല ഒരു 15. അവിടുത്തെ കുറച്ച് വീഡിയോ എടുത്തപ്പോൾ ഇതിൻ്റെ സാധനമായി എന്ന് പറഞ്ഞു. എല്ലാ കവറും എടുത്ത് പോരാൻ നിൽക്കുമ്പോൾ മേഡം പിന്നെ വിളിച്ചാണ്ട് പറഞ്ഞു അതിലൊരു പൊതി അണക്കില്ലതാണ് ഇത് എടുത്തു പറഞ്ഞാണ്ട്. പിന്നെ പിന്നെ വണ്ടി കേട്ടോ ഞാൻ പോയത്. വണ്ടി പോയപ്പോൾ എല്ലാവരും ഐസ്ക്രീം തിന്നുന്നുണ്ട്. അപ്പോൾ എനിക്കും വാങ്ങിക്കണമില്ലേ. അപ്പോൾ ഞാനും ഐസ്ക്രീം തിന്നാൻ നോക്കിയപ്പോൾ എനിക്ക് വെഹിക്കിളില്ല, വണ്ടി ഒട്ടണ്ടേ നമുക്ക്. അങ്ങനെ പിന്നെ മുന്നിൽ ബീച്ചാണ് കാണുന്നത്. ഞാൻ അവിടെ ബീച്ചിന്റെ അവിടെ നിന്ന് വീഡിയോ വണ്ടി പോകുമ്പോൾ തന്നെ എടുക്കുന്നുണ്ട്. ജിദ്ദയിലെ ഏറ്റവും വലിയ ഫേമസ് ആയ ബീച്ച് കേട്ടോ അവിടെ ചുറ്റിനും വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ എന്റെ മുഖം നിങ്ങൾക്ക് ഒന്ന് കാണിച്ചല്ലോ വിചാരിച്ചു ഞാൻ എന്റെ മുഖം ഒന്ന് കാണിച്ചു തന്നു. പിന്നെ ഇഷ്ടപ്പെട്ടിങ്ങനെ ഒന്ന് ലൈക്കും ഫോളോ ഒക്കെ ഒന്ന് അടിച്ചോളിട്ട് പിന്നെ അങ്ങനെ പിന്നെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു ചോട്ടൊക്കെ കയറിയാലോ വിചാരിച്ചപ്പോൾ അപ്പോഴാണ് എനിക്ക് ഓർമ്മ മേഡം വണ്ടിയിലിരിക്കണല്ലോ. അപ്പം എന്നാൽ വണ്ടിക്ക് പോവാ, വണ്ടി കൊണ്ട് നമുക്ക് റൂമിക്ക് നേരെ പോകാന്നല്ല പോയപ്പോൾ ഒടുക്കത്തെ ബ്ലോക്കും അതൊക്കെ കഴിഞ്ഞ് പിന്നെ മേഡം ഒരു ചോക്ലേറ്റ് കുറച്ച് ഓർഡർ ആക്കി. ആ ചോക്ലേറ്റും വാങ്ങി പിന്നെ നേരെ വാങ്ങി തന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഞാൻ റൂമിൽ വെച്ചിട്ട് പിന്നെ എൻ്റെ ഫുഡ് കഴിച്ചു നോക്കിയപ്പോൾ ഒടുക്കത്തെ ടേസ്റ്റും പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, ഫുള്ളുകൊണ്ട് കഴിച്ചിരുന്നു. ലൈക്കും ഫോളൊക്കെ ഒന്ന് അടിക്കണം കേട്ടോ.